പിന്നെ അത് എന്നിട്ട് മറ്റാള് ഓക്കെ പിഷ്കന ചങ്ങായി ഒന്നും പറയണ്ട. എന്തായാലേ മുപ്പത് നമ്മുടെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ നിക്കാം നിങ്ങളൊന്ന് കാണാതിരിക്കായിരുന്നു. അതെ, ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ. നമ്മുടെ ഒരു ഷോപ്പേ ഇന്ന് 5 മണിക്കുള്ളിൽ കാണുന്നുണ്ട്. 5 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്നു. അതെ, അപ്പൊ നിങ്ങളവിടെ ഉണ്ടാവണം. നിങ്ങളൊരു സാന്നിധ്യം അല്ലെ, സാന്നിധ്യം വേണം. കുഴപ്പമില്ല, ഞാൻ എത്തിക്കോളാം. ഇന്ന് ഞാൻ വഴിയുന്നേ ആ സുൽത്താനിന്റെ എത്തിനും കണ്ടു. അവരെന്തോ ഒരു കട ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എത്താൻ കഴിഞ്ഞില്ല, ഭയ തിരക്കിൽപ്പെട്ടു. അത് മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ കൈനട്ടായിക്കോട്ടെ. ശരിപ്പാ. ശരി. അങ്ങനെ ഓക്കെ. ഹലോ ഹലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്, മുറ്റത്ത് ഇറക്കിയിട്ടാ. അതെ, ആയിക്കോട്ടെ. അതിന്റെ പൈസയുടെ കാര്യം അപ്പൊ പൈസ എത്രയാണ്? പൈസ അതിപ്പോ വലിയ പൈസ ഒന്നും ഇല്ല, നമുക്ക് അതൊന്ന് പിന്നെ കണക്കാക്കാം. പൈസ ഒന്നും വിഷയമല്ല, കണക്കായിക്കോ. അതെ, അത് കുഴപ്പമില്ല. ഞാൻ നമ്മളെമ്മില്ലല്ലേ, അത് കുഴപ്പമില്ല. ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, അമ്മർത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്റെ ആദ്യത്തെ ഒരു കച്ചവടം ഞാനൊരു 16 രൂപ എന്റെ അക്കൗണ്ടിൽ പോയി. ആയിക്കോട്ടെ, സന്തോഷം. എന്തായാലും അടിപൊളി കച്ചവടം പൊടി കൊടുക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പാ നമ്മുടെ വീട്ടിലെ ഒരു ശവപ്പെട്ടി ഇറക്കി വെച്ചു. ശവപ്പെട്ടിയോ? നമ്മുടെ വീടിന്റെ നമ്മുടെ മുറ്റത്തെ. ഒരു മിനിറ്റ്. ഹലോ, സുൽത്താനല്ലേ? പറയ്. അല്ല, എന്താ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇറക്കിക്കുന്നത്? വീടിന്റെ മുറ്റത്ത് നിങ്ങൾ ഓർഡർ പറഞ്ഞ സാധനം, ആദ്യമായിട്ട് ഇറക്കാൻ പറഞ്ഞ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ശവപ്പെട്ടി? നിങ്ങൾ പറഞ്ഞ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇജ്ജ് എന്ത് കട തുടങ്ങിക്കണത്? ഞാൻ ശവപ്പെട്ടി കട തുടങ്ങിക്കണതേ. അടച്ച റബ്ബേ, സാധിച്ചല്ലോ.